ബീഹാറിൽ എൻഡിഎക്ക് ബ്ലോക്ക് ബസ്റ്റർ ജയം. ഡബിൾ സെഞ്ചുറി തിളക്കത്തോടെയാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ അധികാരത്തിലെത്തിയിരിക്കുന്നത്. മഹാസഖ്യം തകർന്നടിഞ്ഞു. പരമദയനീയമാണ് കോൺഗ്രസിന്റെ അവസ്ഥ. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. എനിക്കപ്പോഴേ തോന്നി എല്ലാം കത്തിച്ചാമ്പലാവൂന്ന്. ഇടതുപക്ഷത്തിന് വെറും 3 സീറ്റാണ് നേടാനായത്. എക്സിറ്റ് പോളുകളെ പോലും തെറ്റിച്ചുകൊണ്ട് വമ്പൻ വിജയമാണ്. ഒരു സുനാമി എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ദിശാസൂചകമായ ഒരു വലിയ വിജയം BJP, JDU, LJP സഖ്യം നേടിയിരിക്കുകയാണ്. അങ്ങനെ പവനായി ശവമായി. ബി ഗോപാലകൃഷ്ണൻ, ഇപ്പോ താങ്കളുടെ ഡാൻസ് ആണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. ഇപ്പോ വേണമെങ്കിൽ ഒരു ഡാൻസ് കളിക്കാൻ കേട്ടോ, അതിനൊക്കെ പറ്റിയ സീറ്റ് ഉണ്ട്. 203 സീറ്റ് ഉണ്ട്. ഇതൊക്കെ എന്ത് തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷേ ഞാനിപ്പോൾ മാതൃഭൂമിയിലിരുന്ന് കളിച്ചാൽ എൻ്റെ ഒപ്പം കളിക്കാനായിട്ട് നിങ്ങൾ 4 പേരും ഉണ്ടാവില്ല. നീ അന്ന് നോവിച്ചു വിട്ടതൊരു പാമ്പിനെയാടാ. നിങ്ങളുടെ ദിവസമാണ് ശ്രീ ഗോപാലകൃഷ്ണൻ. ആദ്യം അതെ ആയിക്കോട്ടെ. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത്, മിസ്റ്റർ അഭിലാഷ് മോഹൻ, കോൺഗ്രസിൻ്റെ പ്രതിനിധി, ഇടതുപക്ഷ പ്രതിനിധിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, RJDയോടൊക്കെ പറയാനുള്ളത്, ഗോപാലകൃഷ്ണൻ കാശ്മീരിൽ നിന്ന് ആളെ ഇറക്കിയിട്ടല്ല ബീഹാറിൽ ജയിച്ചത്. ശവത്തിൽ കുത്തല്ലേ ചക്രവർത്തി. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എന്താ പറയുക ആരോപണം രാഹുൽ ഗാന്ധി പറയില്ല എന്ന് വിചാരിക്കാം. കാരണം ഇപ്പം തന്നെ ഇവിടുത്തെ കേരളത്തിലെ രമേശ് ചെന്നിത്തലയൊക്കെ പറഞ്ഞു തുടങ്ങി, തെരഞ്ഞെടുപ്പ് വിജയമല്ല ഇത്, BJPയുടെ വിജയമല്ല, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജയമാണെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഈ പറയുന്നതിലൊക്കെ എന്തെങ്കിലും കഴമ്പുണ്ടോയെന്ന് വെച്ചാൽ ഒന്നുമില്ല. പണ്ട് BJP ജയിച്ചപ്പോൾ, നരേന്ദ്രമോദി ജയിച്ചപ്പോൾ, 1-ാം വട്ടം ജയിച്ചു കഴിഞ്ഞ് 2-ാം വട്ടം ജയിക്കുമ്പോൾ മിഷനായിരുന്നു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊണ്ടുവന്ന വോട്ടിംഗ് മിഷൻ. അത് മഹാ തകരാറാണ്. എവിടെ കുത്തിയാലും BJP താമര. അതായിരുന്നു ആരോപണം. ആ ആരോപണത്തെക്കുറിച്ച് അഭിലാഷ് മോഹൻ അടക്കമുള്ള നമ്മൾ കുറേ ചർച്ച ചെയ്തു. അന്ന് നമ്മൾ പറഞ്ഞു, ജനങ്ങളാണ് തീരുമാനിക്കുന്നത്, ഞങ്ങളല്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരെ ജനങ്ങൾ അംഗീകരിക്കും. അത് കഴിഞ്ഞു കുറേ സ്ഥലത്ത് കോൺഗ്രസ് ജയിച്ചപ്പോൾ പിന്നെ മിഷൻ അങ്ങ് മാറി. പിന്നെ മഹാരാഷ്ട്ര ലെവലാണ്. അതായത് വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ആളുകളെ കൂട്ടത്തോടെ കൊണ്ടുവന്ന് BJPയെ ജയിപ്പിക്കുക, അങ്ങനത്തെ ഒരു സാധനം കൊണ്ടുവന്നു. അത് സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടതോടു കൂടിയിട്ട് ആ സാധനവും പോയി. ഇപ്പൊ നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? പുതിയ ഒരു ആരോപണ, ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉടനെ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ എനിക്ക് ഏറ്റവും വലിയ സങ്കടം അഭിലാഷേ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പ്രതിപക്ഷം ശക്തമാവണം. എനിക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരോട്, പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്സുകാരോടൊക്കെ പറയുന്നു, വല്ല കൊള്ളാവുന്ന ആളെയും ഈ ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകാം. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഉദിക്കാത്ത സൂര്യനെ ഒരിക്കലും പ്രകാശിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി ഉദിക്കാത്ത സൂര്യനാണ്. ഇനി അതിനെ കെട്ടിപ്പിടിച്ച് നടന്നിട്ട് ഒരു കാര്യവുമില്ല. വിജയ അറം പറ്റുന്ന വർത്താനം പറയരുതേ, പറയിപ്പിക്കുകയാണല്ലോ. 6 സീറ്റാണ് കോൺഗ്രസിന് കിട്ടിയത്. രാഹുൽ ഗാന്ധി ഫോക്കസ് ചെയ്തിരുന്ന സംസ്ഥാനമാണ് ബീഹാർ. വോട്ടർ അധികാർ യാത്ര നടത്തിയ ഇടമാണ് ബീഹാർ. തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള കെമിസ്ട്രി, ബ്രദർഹുഡ് വർക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഇടമാണ് ബീഹാർ. തോൽക്കാം, പക്ഷെ ഇങ്ങനെയൊക്കെ തോൽക്കാമോ എന്നാണ് കോൺഗ്രസ്സുകാർ പോലും തലയിൽ കൈവച്ച് ചോദിക്കുന്നത്. എങ്ങനെ ഇത്ര വലിയൊരു പരാജയം? ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബീഹാറിലെ ജനങ്ങളും തമ്മിലാണ് മത്സരം നടന്നത്. അതുകൊണ്ടാണ് തോറ്റത്. കോൺഗ്രസ് ഇവിടെ തോറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നീ കിടന്ന് ഉരുളൊന്നും വേണ്ട. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്. അതുകൊണ്ട് സ്വന്തം കഴിവുകേട് മറയ്ക്കാൻ ഉപകരണങ്ങളിൽ പഴിചാരുക. കൈയക്ഷരം മോശമായതിന് പേനെ കുറ്റം പറയുക. മരം വെട്ടറിയാത്തതിന് കോടാലിക്ക് തെറി വിളിക്കുക. കോൺഗ്രസിൻ്റെ നേതാവ് സ്വാഭാവികമാണ്, അദ്ദേഹത്തിന് ആ പരാജയത്തിലൊരു ഒരു മാനസികമായിട്ടുള്ള ഒരു ആഘാതത്തിൽ അദ്ദേഹം വല്ലാതെ നെർവസാണ്. എന്തായാലും അദ്ദേഹത്തെ ഞാൻ അംഗീകരിക്കുകയാണ്. കാരണം അദ്ദേഹം ഇപ്രാവശ്യം ബീഹാറിൽ ജയിച്ചത്
എന്നാൽ വോട്ടിംഗ് മെഷീൻ താമര കുത്തി താമര വരുന്ന വോട്ടിംഗ് മെഷീൻ ആണ് എന്ന് പറഞ്ഞില്ലല്ലോ. BJP SIR നടത്തി, അതിൽ വോട്ട് മുഴുവൻ വെട്ടിമാറ്റിയത് നിങ്ങൾ പറഞ്ഞിട്ട് എന്താ അർത്ഥമുള്ളത്? നിങ്ങളൊരു കാര്യം ചെയ്യുന്നത്, ഇലക്ഷൻ കമ്മീഷന്റെ മുമ്പിലോ സുപ്രീം കോടതിയിലോ കേസ് കൊടുക്ക്. ഒന്നും ചെയ്യൂല, ഒരു വസ്തു ചെയ്യൂല. എന്നിട്ട് ഈ ഒരു മാനസിക വിഭ്രാന്തി പോലെ വന്ന് എന്തെങ്കിലും പറയുന്നത് ശരിയല്ല. കോൺഗ്രസ് ജിൻഡോ കുറച്ചുകൂടെ അക്കാഡമിക്കായിട്ട് സത്യസന്ധമായിട്ട് പറയാം, ഞങ്ങൾ തോറ്റു, അതങ്ങ് അംഗീകരിക്കേ. അതാണ് അന്തസ്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ജിൻഡോ ജോൺ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങളെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ഒരു ചോദ്യത്തിനും ഉത്തരം പറയേണ്ട അതൊരു സൗകര്യമാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നേരിട്ട് വന്ന് ക്യൂ നിന്ന് വോട്ട് ചെയ്ത മനുഷ്യർ മാത്രമല്ല, അല്ലാതെയും വോട്ടിംഗ് മെഷീനിൽ കൃത്രിമം നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഒരു സംശയമുണ്ട്. ഇനി ഒരു കാര്യം കൂടി പറയാം ഗോപാലകൃഷ്ണ, ഞങ്ങൾ തോറ്റതിന്റെ പേരിൽ കരയുന്നില്ല. ഈ രാജ്യത്ത് ഒരുപാട് വട്ടം പരാജയപ്പെട്ട പാർട്ടിയാ കോൺഗ്രസ്, ഒരുപാട് വട്ടം യുദ്ധം ചെയ്ത പാർട്ടിയാ. നിങ്ങൾ ഒളിവിൽ ഇരുന്ന് ബ്രിട്ടീഷുകാർക്ക് ഒളിസഭ ചെയ്തപ്പോഴും ഞങ്ങൾ പോരാടി മരിച്ചവരുടെ പാർട്ടിയാ. അതുകൊണ്ട് തോൽവിയിലെ ഞങ്ങൾ പേടിപ്പിക്കുന്നില്ല. പിന്നെ സത്യമേവ ജയതേ എന്ന് നിരന്തരം പറയുന്ന ഒരു രാജ്യത്ത് രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് നിന്ന് സത്യം പറഞ്ഞാലും ആ സത്യത്തിന്റെ പുറകിൽ അണിനിരക്കുന്ന അവസാന കോൺഗ്രസ്സുകാരൻ ജീവിച്ചിരിക്കുന്നവരെ ഈ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു എന്നുള്ളത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണങ്ങൾ വീണ്ടും സാധൂകരിക്കപ്പെടുക നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ഇവിടുത്തെ സകല എക്സിറ്റ് പോളുകളെയും അതിലംഘിച്ചുകൊണ്ടുള്ള റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പോലും ഒരു ന്യായീകരണം പറയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഈ റിസൾട്ട് വരുന്നത് കൃത്യമായി രാഹുൽ ഗാന്ധി ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ബീഹാറിലും സമാനമായ സാഹചര്യമാണ് വരാൻ പോകുന്നത്. ഹരിയാനയിൽ സംഭവിച്ചതുപോലെ, മഹാരാഷ്ട്രയിൽ സംഭവിച്ചതുപോലെ ബീഹാറിലും സംഭവിക്കുമെന്ന്. അത് വാരാണസിയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും ഒരുപാട് തെളിവുകൾ പുറത്തു വരും. ആ തെളിവുകളൊക്കെ വരുമ്പോ നിങ്ങളുടെ നരേന്ദ്രമോദിയും ഇലക്ഷൻ കമ്മീഷനും ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് ഒളിവിലിരിക്കേണ്ടി വരും ഉത്തരം പറയാതെ. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഈ ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പാർശ്വഫലം എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ അസ്തമയമാണ്. ഇനി ഒരു സൂര്യൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദിക്കാത്ത സൂര്യനെയും കൊണ്ടാണ് ഇനി ഒരു സൂര്യോദയത്തിന് അവർ കാത്തിരിക്കുന്നത്. മാറ്റിപ്പിടിക്കണം രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു അപ്രസക്തമായ കഥാപാത്രമാണ്. നിങ്ങൾ നോക്കി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട്, അതിൻ്റെ തലേ ദിവസം, പിറ്റേ ദിവസം തെരഞ്ഞെടുപ്പാണ്, അതിൻ്റെ തലേ ദിവസമാണ് വോട്ട് ചോരി ആരോപണം കൊണ്ടുവന്നത്. എല്ലാവരും പറഞ്ഞു ഇത് വലിയ പ്രതിഫലനമുണ്ടാക്കും. ശരിയാണെന്ന് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നരേന്ദ്രമോദി മറുപടി പറഞ്ഞില്ല. അതാണ് ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധിയുടെ വാദം. എന്തിനും നരേന്ദ്രമോദി പറയണം? ബീഹാറിലെ ജനങ്ങൾ പറഞ്ഞു, പോയി പണി നോക്കാൻ പറഞ്ഞില്ലേ, പോയി പണിയെടുത്ത് ജീവിക്കണോ എന്ന കാരണം INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഇപ്പോഴത്തെ ഈ പ്രസംഗത്തിൽ നിങ്ങൾ എഴുതി കാണിക്കുന്നുണ്ട് എന്താ INC എന്നുള്ളത്, കോൺഗ്രസ് എന്നുള്ളത് മാറി ഇപ്പോൾ MMC ആയി, മുസ്ലിം ലീഗ് പ്രീണന മാവോയിസ്റ്റ് കോൺഗ്രസ് ആയി അത് മാറി. നിങ്ങൾ ഈ പഴയ പാരമ്പര്യം വെച്ച് ഇപ്പോൾ പുറകിൽ തഴമ്പ് തപ്പിയാൽ കാണാൻ പറ്റില്ല. പുതിയ തലമുറയ്ക്ക് ഇന്ന് കോൺഗ്രസിനെ വേണ്ട. കാരണം നിങ്ങളുടെ പഴയ പാരമ്പര്യം ഉണ്ടല്ലോ, ആ പാരമ്പര്യമൊക്കെ ജനങ്ങൾ ഉപേക്ഷിച്ചു. ഇന്ന് ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണം സാർ. ആ പഴയ അഴിമതിയും കൊണ്ട് നടന്നിട്ട് ഒരു കാര്യമില്ല. എല്ലാ ഭാഗ്യങ്ങളും കൊടുത്തു ഈ രാഹുൽ ഗാന്ധിക്ക്, എല്ലാ ഭാഗ്യവും ഭഗവാൻ കൊടുത്തു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? രാഷ്ട്രീയം മാത്രം അറിയില്ല. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? വേറെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പാർശ്വഫലം എന്ന് പറയുന്നത് യാതൊരു സംശയവുമില്ല, അത് കോൺഗ്രസിന്റെ അസ്തമയമാണ്. ശരി, ഒരു ഉദയസൂര്യൻ, ആ ഉദിക്കാത്ത സൂര്യനെ കൊണ്ട് ഒരു ഉദയസൂര്യനെ ഉണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും സർവേയിലേക്ക് വരികയാണ്. അല്ല, ഒരു ഒറ്റ പോയിന്റ് പറഞ്ഞാൽ നിർത്തിയേക്കാം. വീണ്ടും സർവേയിലേക്ക് വരിക. ഞാൻ ചോദിക്കട്ടെന്ന്, കഴിഞ്ഞു. ആദിവാസികളുടെ മേഖലയിൽ ജയിച്ചത് ആരാ മിസ്റ്റർ? ഇന്ന് BJP ആണ് ആദിവാസി മേഖലയിൽ ഏറ്റവും കൂടുതൽ വോട്ട്. BJPക്കാണ്. BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 22% ആണ്. എന്ന് പറഞ്ഞാൽ RJD നിന്നത് 145 സീറ്റിൽ, BJP 91 സീറ്റിൽ. എന്നിട്ടും 22% വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ്. കോൺഗ്രസിന്റെ വോട്ടിംഗ് പെർസെൻറ്റേജ് എത്രയാ? 6%. ശരി, ബീഹാർ എത്ര വർഷം ഭരിച്ചാ നിങ്ങൾ?
ഉപ്പ് വെച്ച കലം പോലെ പടവലങ്ങ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ താഴെ വീഴുമ്പോഴും ശരി, BJP കുറ്റം പറയേണ്ട. നാട്ടിലെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക. ശരി, ഇത് തന്നെ നാളെ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.